BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പാടെ തകർന്ന ആലുവ പെരുമ്പാവൂർ KSRTC റോഡിന്റെ പുനരുദ്ധാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങാമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈക്കോടതി അറിയിച്ചു. തോട്ടുമുഖം മുതൽ പകലോരമറ്റം വരെ ഭാഗമാണ് പൂർണ്ണമായി തകർന്നത്. നിലവിലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ കാരണം പുനരുദ്ധാരണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാലാവസ്ഥാ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ എല്ലാ നടപടികളും എടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോടതി അറിയിച്ചു. PWD സൂപ്രണ്ട് എഞ്ചിനീയറും വാട്ടർ അതോറിറ്റിയിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ ചർച്ച ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ആലുവ മൂന്നാർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ മരിയ അബു സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. കോടതിയിൽ ഹാജരായ ഉദ്യോഗസ്ഥർ മഴയടക്കമുള്ള പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ പണികൾ ആരംഭിക്കാമെന്ന് അറിയിക്കുകയുമായിരുന്നു. വിധിയെ റോഡ് ജനകീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വാഗതം ചെയ്തു. രക്ഷാധികാരി അബ്ദുൽ വഹാബ്, ചെയർപേഴ്സൺ മരിയ അബു, കൺവീനർ സലാം അയത്ത്, ഇസ്മായിൽ ചെന്താര, അബ്ദുൽ അസീസ്, ജാഫർ ജോസ് എന്നിവർ പങ്കെടുത്തു. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയുടെ വയഡക്ട് പാലങ്ങളുടെയും സ്റ്റേഷനുകളുടെയും നിർമ്മാണം 7-ന് ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 കൊച്ചിൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ആദ്യ വർക്കിംഗ് പൈൽ സ്ഥാപിച്ചാണ് നിർമ്മാണത്തിന് തുടക്കമിടുന്നത്. ആദ്യ വർക്കിംഗ് പൈൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സ്വിച്ച് ഓൺ ചടങ്ങ് മന്ത്രി P. രാജീവ് നിർവഹിക്കും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം നിർമ്മാണം 1141 കോടി രൂപയ്ക്ക് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് കരാർ നൽകിയിരിക്കുന്നത്. കൊച്ചി മെട്രോ റെയിലിന്റെ അംഗീകരിച്ച പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് 1957 കോടിയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് 2 വർഷത്തിനുള്ളിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും KMRL അധികൃതർ വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പൊതുജനാരോഗ്യ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ആലുവ ബ്ലഡ് ബാങ്ക് പ്ലേറ്റ്ലെറ്റ്സ് ശേഖരണ വിതരണ രംഗത്തും കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നു. റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ എന്ന ആലുവ ബ്ലഡ് ബാങ്കിൽ ഒരാളിൽ നിന്ന് ഒരേ സമയം കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ശേഖരിക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഫെറോസിസ് സൗകര്യവും ഒരുങ്ങി. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് ആരോഗ്യവകുപ്പിന് കീഴിൽ ഈ സൗകര്യമുള്ളത്. നിലവിൽ ഒരാളിൽ നിന്ന് ഒരേ സമയം 1 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് മാത്രമാണ് ശേഖരിക്കാൻ സാധിക്കുന്നത്. അത് നൽകുന്നയാൾക്ക് പിന്നീട് 3 മാസം കഴിഞ്ഞ ശേഷമേ വീണ്ടും നൽകാൻ സാധിക്കൂ. അതിനാൽ 8 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ്സ് ഒരു രോഗിക്ക് ആവശ്യം വന്നാൽ 8 ദാതാക്കളെ കണ്ടെത്തേണ്ടതുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ഫെറസിസ് സൗകര്യമുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളില്ല. ഒരാളിൽ നിന്ന് ഒരേ സമയം 6 മുതൽ 8 യൂണിറ്റ് വരെ പ്ലേറ്റ്ലെറ്റ് ശേഖരിക്കാൻ ഈ യന്ത്രത്തിലൂടെ സാധിക്കും. ദാതാവിന് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പ്ലേറ്റ്ലെറ്റ് നൽകുകയും ചെയ്യാം. ദാതാവിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഈ യന്ത്രത്തിലൂടെ ദാതാവിന്റെ രക്തം മുഴുവൻ കടത്തിവിട്ട് തിരികെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇതിനിടയിൽ യന്ത്രത്തിലെ പ്രത്യേക അരിപ്പയിലൂടെ ആവശ്യത്തിനുള്ള പ്ലേറ്റ്ലെറ്റ് മാത്രം വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 മണിക്കൂറോളമാണ് ഇതിന് വേണ്ടി വരിക. ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് ശേഖരിക്കുന്നതിനുള്ള കിറ്റിന് 8500 രൂപയോളം ചിലവ് വരും. ബ്ലഡ് ബാങ്ക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ജാപ്പനീസ് ഇന്ത്യൻ കമ്പനിയായ ടെർമോ പെൻപോൾ കമ്പനിയാണ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ആലുവ ബ്ലഡ് ബാങ്കിന് ഈ യന്ത്രം നൽകിയത്. 20 ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ വില. പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ MK സാനുവിന്റെ പേരിൽ മികച്ച അധ്യാപകർക്കുള്ള MK സാനൂസ് ഗുരുശ്രേഷ്ഠ അവാർഡ് ചോയ്സ് സ്കൂൾ പ്രിൻസിപ്പാൾ റേച്ചൽ ഇഗ്നീഷ്യസിന് ഡോക്ടർ ആശ ഗോപാലകൃഷ്ണൻ, രേഖ MS, രഞ്ജിത്ത് S ഭദ്രൻ, ഡോക്ടർ ഗീത ഹാരിസ്, സാനു എന്നിവരായിരുന്നു അവാർഡ് സമിതി അംഗങ്ങൾ. 10,000 രൂപയും പ്രശസ്ത പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഒക്ടോബർ 27-ന് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ M. തോമസ് മാത്യുവും പ്രൊഫസർ MK സാനുവും ചേർന്ന് സമ്മാനിക്കും. ഡോക്ടർ ഗായത്രി, രഞ്ജിത്ത്, ഡോക്ടർ ആനന്ദ്കുമാർ, S. കൃഷ്ണ, പ്രൊഫസർ M. തോമസ് മാത്യു, ഡോക്ടർ അശ്വിൻ എന്നിവരാണ് മറ്റ് അവാർഡ് നിർണയ സമിതി അംഗങ്ങൾ. കോട്ടുവള്ളി മേഖലയിൽ മലമ്പാമ്പ് ശല്യം രൂക്ഷം. വിഷപ്പാമ്പുകൾക്ക് പുറമെയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ മലമ്പാമ്പ് ശല്യവും കൂടിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ തൃക്കപ്പുരം കവലയ്ക്ക് സമീപത്തെ കാടുപിടിച്ച കിടന്ന പറമ്പിൽ നിന്ന് പാമ്പ് റോഡിലേക്ക് ഇഴഞ്ഞെത്തി. തുടർന്ന് നാട്ടുകാർ വനം വകുപ്പിൽ വിവരമറിയിച്ചു. 1 മാസം മുൻപ് കോതകുളം ഭാഗത്തെ വീട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ചെറിയപ്പള്ളി പുഴയിലും അടിക്കടി പാമ്പിനെ കാണുന്നുണ്ട്. ഒട്ടേറെ ആളുകളാണ് ചെറിയപ്പള്ളി പുഴയിൽ കുളിക്കാനും മീൻ പിടിക്കാനും വരുന്നത്. മലമ്പാമ്പുകളെ അടിക്കടി കാണാൻ തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്.
സ്ഥിതിയിലാണ്. പഞ്ചായത്തിലെ പല പ്രദേശങ്ങളും കാട് കയറി കിടക്കുന്നതാണ് പാമ്പ് ശല്യം രൂക്ഷമാക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിനാൽ എത്രയും വേഗം കോട്ടുവള്ളി പഞ്ചായത്തിലെ കാട് പിടിച്ചു കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും പഞ്ചായത്ത് ഇടപെട്ട് വെട്ടിത്തളിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.